ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദമാമിലാണ് ഉള്ളത്. അപ്പോൾ ദമാമിലെ കിങ് അബ്ദുള്ള പാർക്കിലാണ് ഇന്ന്. അപ്പം നമുക്ക് കിങ് അബ്ദുള്ള പാർക്കിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സൗദിയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ പാർക്കിൽ വന്നിരിക്കാനായിരിക്കും. കാരണം നമ്മളിവിടെ കൂടുതൽ അപ്പാർട്ട്മെന്റിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ താമസിക്കുന്നത്. റൂമിലിരുന്ന് ബോറടിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പാർക്കുകളിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ നമുക്ക് തോന്നും. സായാഹ്നങ്ങളെ മനോഹരമാക്കാനും ഇടവേളകളെ ആനന്ദകരമാക്കാനും പറ്റിയൊരു പാർക്കാണ് ദമാമിലെ കിങ് അബ്ദുള്ള പാർക്ക്. സൗദിയുടെ മനോഹരമായ പാർക്കുകളിൽ ഒന്നായ കിങ് അബ്ദുള്ള പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിലി ഒത്താണെങ്കിലും ഫ്രണ്ട്സ് ഒത്താണെങ്കിലും ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കാനും ഗ്രില്ലൊക്കെ ചെയ്തിരിക്കാനും എല്ലാം പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനും കഴിയുന്ന ഒരു സ്പോട്ടാണ് കിങ് അബ്ദുള്ള പാർക്ക്. നല്ല വിശാലമായ ഒരു പാർക്കാണേ. നടക്കാൻ നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ നടന്ന് ഒരു രണ്ട് സൈഡൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്ന ഒരു സ്ഥലം കണ്ട് നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഹൈറ്റിലാണേ. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു പോയി. അപ്പം ഞാൻ ആകാശത്ത് ചന്ദ്രനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് എടുത്തതാ. ഇവിടെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ബോട്ടിന്റെ മോഡൽ പഴയ ബോട്ടാണെന്ന് തോന്നുന്നു, ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നത് കാണാൻ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നമുക്ക് ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട്. നമുക്ക് അടുത്തേക്ക് പോയി കാണാം. നല്ല ഭംഗി തന്നെയുണ്ട്. തടിയിലാണ്. നമ്മൾ കുറച്ച് അവിടെ എനിക്കൊന്ന് കയറി കാണാൻ വേണ്ടിയിട്ടായിരിക്കാം സ്റ്റെപ്പ് പടി പോലെ മറ്റേ വുഡൻ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിൽ കയറി ഇരുന്ന് വേണമെങ്കിൽ കാണാനൊക്കെ പറ്റും. ഉള്ളിലേക്ക് ഇറങ്ങാനും പറ്റും. വേണമെങ്കിൽ ഇറങ്ങാം. ഒരു പ്ലാനും ഇല്ലാതെയാണ് നമ്മൾ ഈ പ്രാവശ്യം ദമാമി വന്നത്. ദമാം വന്നപ്പോഴേ ഫസ്റ്റ് ഞാൻ മനുവിനോട് പറഞ്ഞിരുന്നു, കണ്ട സ്ഥലം തന്നെ കാണിക്കാൻ കൊണ്ടുപോകല്ലേ എന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ പാർക്ക് കണ്ടത്. അങ്ങനെ ഈവനിങ് ടൈം അല്ലേ, അപ്പോൾ വന്ന് റൂമിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ പാർക്കിലേക്ക് ഇറങ്ങുക ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ബീച്ചൊക്കെ നോക്കി. പോയ ബീച്ചൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് പോലെ അല്ലായിരുന്നു. അപ്പോഴങ്ങനെ ഇങ്ങോട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോഴൊക്കെ ഇവിടെ കടലിനോട് ചേർന്നാണ് ഈ പാർക്കുള്ളത്. ഇവിടുത്തെ പാർക്കിന്റെ പ്രത്യേകത ഇതിന്റെ ഒരു എൻട്രി തന്നെ ഭയങ്കര ആകർഷകമാണ്. തഴുകിയ പച്ചപ്പും വൃത്തിയായ വഴികളും എല്ലാം മനസ്സിനെ കുളിരാക്കും. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന നിറയെ ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ചിലവഴിച്ച കുറച്ച് മണിക്കൂറുകൾ വളരെ സ്പെഷ്യലായിട്ട് തന്നെയാണ് തോന്നിയത്. സുഹൃത്തുക്കളോ കുടുംബമോ കൂടെ വന്നാൽ സന്തോഷത്തോടെ സമയം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് റിയാദല്ല, ദമാമിലെ കിങ് അബ്ദുള്ള പാർക്ക്. എല്ലാ പാർക്കുകളും ഇവിടുത്തെ മനോഹരം തന്നെയാണ്. ഈ ബോട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്നതല്ല കേട്ടോ. ഇവിടെ ഈ പാർക്കിനോട് ചേർന്നാണ് കടല്. അപ്പോൾ ഈ ബോട്ട് ഇവിടെ ആവശ്യമല്ലേ? കടല്, ബോട്ട്, എന്തായില്ലേ? കുറച്ചു നേരം നമ്മൾ ഈ ബോട്ടിന്റെ ഭംഗിയൊക്കെ കണ്ട് ഈ മുകളിൽ തന്നെ നിന്ന്. ഇതാണ് ഈ ബോട്ടിന്റെ മുകൾ വശം. കണ്ട എന്ത് വിശാലമായിട്ടാണ് ഈ ഏരിയ കിടക്കുന്നത്, കണ്ടില്ലേ? കൂടുതലും ആളുകൾ ഇരിക്കുന്നത് താഴെ ആ പച്ചിപ്പിലാണ്. നിറയെ പച്ചിപ്പാണേ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട്. അത് മാത്രമല്ല, സൈക്കിൾ ചവിട്ടണമെങ്കിലും ഇവിടെ ഒരു ചെറിയൊരു കുറേ ട്രെയിൻ, ബസ് അങ്ങനെയൊക്കെയുള്ള കുറേ എന്റർടൈൻമെന്റ് ഉണ്ട്, ആക്ടിവിറ്റീസ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കയറണമെങ്കിലും അതിനെല്ലാം ഒരു ചെറിയൊരു പാത തന്നെയുണ്ട്. ബോട്ടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇറങ്ങിയത് കുറച്ചു നേരം കല്യാണിക്ക് കളിക്കാലോ എന്ന് കരുതിയിട്ട് സ്ലൈഡറൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ കല്യാണി അവിടെ കളിക്കുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇത് കടലാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് മിക്ക പാർക്കിലും ഒരു ലേക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആർട്ടിഫിഷ്യൽ ലേക്ക്, അതൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കടലാണെന്ന്. നാട്ടിലെ കടൽ പോലെയല്ല, ഇവിടുത്തെ കടലിലൊന്നും വലിയ തിരമാലകളേ ഇല്ല. എല്ലാം ചെറിയ ഓളങ്ങൾ പോലെയാണ്. എത്ര ഭംഗിയാണ് രാത്രിയിൽ ഇവിടെ കാണാനും ഇവിടെ ഇരിക്കാനും ഇതെല്ലാം ആസ്വദിച്ചിരിക്കാനൊക്കെ എത്ര ഭംഗിയാണ്.
ഇങ്ങനെ കടലിന്റെ ഭംഗി ആസ്വദിച്ച് കണ്ടിരുന്നപ്പോഴാണ് ദാ ഒരു പൂച്ചക്കുട്ടൻ. അവൻ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു കടലിന്റെ അവിടേക്ക് പോകുന്നത്. ഞാൻ ഫോൺ പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടാണോ ഈ നിൽക്കുന്നതെന്ന് ഞാനും വിചാരിച്ചു. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ആള് നടന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ബോട്ട്. അത് ദൂരെ എവിടേക്കോ പോകുന്നു എന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് അടുത്തേക്ക് വരുന്നത് ശ്രദ്ധിച്ചത്. എത്ര മനോഹരമാണ് ഇല്ലേ ഇവിടെ ഓരോന്നും. ആ ബോട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ബോട്ടിന്റെ പുറകെ പോയി. പക്ഷെ ഞാൻ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ബോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ ആദ്യം ബോട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴ സമയത്ത് ബോട്ട് നല്ല ലോങ് ആയിരുന്നു. പിന്നെ ഞാൻ എന്താ അങ്ങ് നിന്ന് ഇങ്ങെത്തിയപ്പോഴാണ് തിരിഞ്ഞ് വെറുതെ നോക്കിയപ്പോൾ ബോട്ട് അവിടെ എത്തുന്നു. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ബോട്ട് തിരിച്ചു പോയി കഴിഞ്ഞായിരുന്നു. ഫുള്ള് ചുറ്റി നടന്നില്ലെങ്കിലും കുറച്ച് നടന്നിട്ട് തിരിച്ച് കല്യാണി എന്തിയെ നോക്കാൻ വേണ്ടി ഓടി വന്നു. അപ്പോൾ ഈ കല്യാണിയുടെ പപ്പയുടെ കൂടെ കളിച്ച് നടക്കുവാണ്. അങ്ങനെ കല്യാണിക്ക് ബബിൾസ് വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ബബിൾസൊക്കെ വാങ്ങി പിന്നെ അതിൽ കളിയായിരുന്നു ആള്. ബീച്ചിൽ പോവാണെന്ന് കരുതിയിട്ട് ഷോർട്സ് ഒക്കെ ഇട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പോയപ്പോൾ ആ ബീച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കിങ് അബ്ദുള്ള പാർക്കിലേക്ക് വന്നത്. കൂടുതലായി പ്ലാൻ ചെയ്യാനത് കൊണ്ട് തന്നെ നമുക്ക് എവിടേക്ക് കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന്. പക്ഷെ ഇവിടെ വന്ന് നമുക്ക് പെട്ടെന്ന് നമുക്കറിയില്ല ഇവിടുത്തെ ദമാമിലെ പാർക്കുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ പോയ പാർക്കുകളിൽ ഇറങ്ങാൻ പറ്റുന്നത് പോലെയല്ലായിരുന്നു. കൂടുതൽ ഈ പായൽ വന്നിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറി വന്നിരുന്നപ്പോഴാണ് ഒരു വെഡ്ഡിങ് ഷൂട്ട് കണ്ടത്. എന്ത് രസമുണ്ട് വൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ട്. അപ്പം മനു വന്ന് വിളിച്ചു, നമുക്കിതാ ഈ ട്രെയിൻ പോലത്തെ ഈ റൈഡിൽ കയറാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ പോന്നു. കുറച്ചു നേരം അതിലിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. കുറച്ച് കുട്ടികൾ ഇതിൽ മത്സരിച്ച് ഇങ്ങനെ വെളിയിൽ വേറെ വണ്ടി ഓടിച്ച് നടപ്പുണ്ടായിരുന്നു. നല്ല രസം തന്നെ ഉണ്ടായിരുന്നു.
വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.